ഹലോ ഗായ്സ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതാണ് തന്നെ പറയുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലും കൂടെ കറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്കൊരു സാധനം കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ ഓമയ്ക്കാന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞമ്മയോട് ചോദിച്ചു, ഓമയ്ക്കയാണോ പഴുത്തയാണോ എന്ന് ഞാൻ ചോദിച്ചേ. അപ്പോൾ പറയുന്നത് ഓമയ്ക്കല്ല, വേറൊരു സാധനമാണ്. അത് ആ സാധനമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളിപോയി ഗൈസ്. എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഒരു മാങ്ങയായിരുന്നു. അത് കണ്ടിട്ട് എനിക്കുണ്ടല്ലോ, എനിക്ക് അത് ആ സാധനമാണെന്ന് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത്ര എൻ്റെ കൈപ്പത്തിയേക്കാളിലും വലുത്, എൻ്റെ കൈപ്പത്തിയില്ലേ, ഇതിനേക്കാളിലും എൻ്റെ വലുതാണ് എൻ്റെ മാങ്ങ. അപ്പം എൻ്റെ അമ്മമ്മയുടെ ഉണ്ടായതാണിത്. നല്ല മണമാണ്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. മാങ്ങയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നില്ല. എനിക്കത് ബിലീവ് ചെയ്യാനും പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീട്ടിലൊരു മാങ്ങ ഉണ്ടായി. ഇത് മൂവാണ്ടനാണെങ്കിലും അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഇതൊരു ചെറിയ തമാശ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം കമ്പയർ ചെയ്തിട്ട്. നോക്കിക്കേ, ഇത് സ്മോൾ, ബിഗ് സ്മോൾ. ഇവരുടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് അനുഭവം ഇത് മാങ്ങയാണോ ശരിക്കും. ഞാൻ പറിച്ചല്ല, ഇതെനിക്ക് നിലത്തുനിന്ന് കിട്ടിയതാണ്. പക്ഷെ ഇതെനിക്ക് നിലത്തുനിന്ന് കിട്ടിയതാണോ അതോ പറിച്ചാണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഇത് ഒരെണ്ണമാണ് രണ്ടും. പക്ഷെ ഇത് എനിക്ക് കണ്ടിട്ട് അത്ഭുതം വരുന്നത്. പിന്നെ മാങ്ങ എക്സ്പെക്ട് ചെയ്യാം, ദൂരെ നോക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യാം. ഇത് ദൂരെ നോക്കുമ്പോൾ ഇത് മാങ്ങ തന്നെ എങ്ങനെയെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇത് മനസ്സിലാവുമോ നിങ്ങൾക്ക്? ഓമയ്ക്കാന്നല്ലേ തോന്നുന്നത്. ഈ മാങ്ങ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാച്ചാ, എൻ്റെ ഈ മാങ്ങയ്ക്ക് ലൈക്ക് കൊടുക്കുമോ? ചാച്ചാ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാച്ചാ.